അവസാനത്തെ സത്സംഗ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് 61-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയില്. താനി സർവാണി സംയമ്യ യുക്ത ആസീദമത്പരഃ വശേഹി യസ്യ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ, അവയെ എല്ലാറ്റിനെയും നല്ലപോലെ നിയന്ത്രിച്ചിട്ട്, യുക്തനായിട്ട്, മത്പരനായിട്ട്, ആസീത ഇരുന്നാലും, ഹി നിശ്ചയമായും, യസ്യ യാതൊരാളുടെ വശത്തില് നിയന്ത്രണത്തില്, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങള് നിൽക്കുന്നുണ്ടോ, തസ്യ പ്രജ്ഞ അയാളുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമാണ്, ഉറച്ചതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇന്ദ്രിയങ്ങൾ നമ്മളെ വിഷയങ്ങളുടെ പിന്നാലെ നിർബന്ധിതമായിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലേക്ക് ആകർഷണം ഉണ്ടാകുന്നത്? രണ്ടു തരത്തിലുള്ള ആകർഷണം വരുന്നുണ്ട്. ഒന്ന്, നമ്മളിൽ ജൈവിക ചോദനയായിട്ട് വിഷയങ്ങളോട് ചില താല്പര്യങ്ങളുണ്ട്. അതിൽ ദാഹം, വിശപ്പ്, കാമം ഇതൊക്കെ ജൈവികമായത് തന്നെയാണ്, ആ ആഗ്രഹം. എന്നാൽ ചില ആഗ്രഹങ്ങൾ, ചില കാമനകൾ മാനസികങ്ങളാണ്, അത് ആർജിതങ്ങളുമാണ്. ഈ വർത്തമാനകാല ജീവിതത്തില് നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള അനുഭവങ്ങളുടെ സ്മൃതികൾ നമ്മളെ പല വിഷയങ്ങളിലേക്കും ആകർഷിക്കാറുണ്ട്. ഒരിക്കൽ നമ്മൾ അനുഭവിച്ച സുഖം വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള അഭിവാഞ്ച നമ്മളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ അത്തരം വിഷയങ്ങൾ വന്നാൽ ആ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഇന്ദ്രിയങ്ങൾക്കുണ്ടാകും. അതിനുവേണ്ടി സ്മൃതിയിൽ നിന്ന് പഴയ ഓർമ്മകൾ പൊന്തിവരികയും ആ വിഷയത്തോട് സംയോജിക്കാനായിട്ട്, ചേരാനായിട്ടുള്ള അഭിവാഞ്ച നമ്മളിൽ ഉണ്ടായി നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. അത്തരം കാമനകളുമുണ്ട്. പലപ്പോഴും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാറില്ല. അവിടെ വിവേകത്തിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കുന്നതിലൂടെ, നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ധർമ്മം എന്താണ്, അധർമ്മം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ധർമ്മ്യമായ കാര്യത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ല. അധർമ്മ്യമായതിൽ മാത്രമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുള്ളൂ. അപ്പൊ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടുന്ന ഒന്നാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകത്തിൽ കാര്യം അകാര്യം എന്തെന്ന് തിരിച്ചറിയണം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്. ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ കഴിയാറില്ല. ജീവിതത്തിൽ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത്. അങ്ങനെയാണ് ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഈ ഭാരതത്തിലും പാശ്ചാത്യരുടെ ഇടയിലൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അതിൽ മാതൃകാപരമായി ജീവിച്ച മനുഷ്യരുടെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ഒരു ജനത ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ആ മാതൃകാപരമായ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ ആ വ്യക്തിയെ അനുകരിക്കുന്ന ഒരു ജീവിത മാതൃക ഒരു സമൂഹം കൈക്കൊള്ളാറുണ്ട്. കാരണം അദ്ദേഹം ധർമ്മപുരുഷനാണ് എന്ന് വിശ്വസിക്കുകയാണ്. ഒരർത്ഥത്തിൽ ആ മാനദണ്ഡങ്ങളൊക്കെ കാലക്രമത്തില് അത് വിലപ്പോകുന്നതായിരിക്കില്ല. ഒരു കാലഘട്ടത്തിൽ നല്ല മനുഷ്യനായ ഒരാൾക്ക് വേറൊരു കാലഘട്ടത്തിൽ നല്ല മനുഷ്യന്റെ സ്ഥാനം കിട്ടണമെന്നില്ല.
കാരണം കാലങ്ങൾ മാറുമ്പോഴും ദേശങ്ങൾ മാറുമ്പോഴും ഒരു വ്യക്തിത്വത്തിന്റെ സ്വീകാര്യതയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ശരിയായിട്ട് ധർമ്മം എന്തെന്ന് അധർമ്മം എന്തെന്ന് നമുക്ക് വിവേചിച്ചറിയുന്ന ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ അറിവ്, ഒരു വിവേകം നമുക്ക് ഉണ്ടായി വരണം. അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തില് അക്കാര്യത്തിൽ നല്ല ഒരു മാനദണ്ഡം കൊണ്ടുവന്നിരിക്കുന്നത്, പ്രിയം അപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. ഈ നയം എന്ന് പറയുന്നത് ധാർമ്മികമായ ഒരു നയമാണ്, ധാർമ്മികമായ ഒരു ജീവിത വീക്ഷണമാണത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അപരന്റെ പ്രിയത്തെ കൂടി മാനിച്ചുകൊണ്ട് നമ്മുടെ പ്രിയത്തെ ഒഴിവാക്കാതെ, ഇപ്പൊ വ്യക്തിഗതമായ പ്രിയത്തെ നിലനിർത്തിക്കൊണ്ട് അപരന്റെ പ്രിയത്തിന് ഹാനി വരാത്ത വിധത്തിൽ എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, അതാണ് ധർമ്മത്തിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പോ അപരന്റെ ആഹ്ലാദവും അപരന്റെ ജീവിതത്തിന്റെ സൗഖ്യവും നമ്മളുടെ ജീവിതത്തിന്റെ സൗഖ്യവും വേണ്ടവണ്ണം ചേർക്കാൻ കഴിയുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള ധാർമ്മിക ബുദ്ധി. ഇത് വിവേകത്തിൽ നിന്ന് വരേണ്ടതാണ്. അല്ലാതെ ധർമ്മം എന്നത് സ്ഥൈതികമായ ഇരുമ്പുലക്ക പോലെ വളയാത്തതല്ല. അതിന് കാലദേശങ്ങൾക്കനുസൃതമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം. അതെങ്ങനെയാണ് മാറേണ്ടതെന്ന് ആ ധർമ്മം അനുഷ്ഠിക്കുന്ന വിവേകത്തിൽ നിന്ന് ഉണ്ടാകണം, ആ ബോധം ഉണ്ടാകണം, അറിവുണ്ടാകണം. അപ്പൊ അങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്ന കാര്യത്തില്. എന്നാൽ ധർമ്മ്യമായ കാര്യത്തിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുകയുമാകാം. ധർമ്മത്തിന് ഇണങ്ങുന്ന കാമം നിർദോഷമായ കാമമായിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ സ്വവശത്താക്കി നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, എന്തിൽ നിന്ന്, അധർമ്മ്യമായതിൽ നിന്ന് സ്വവശത്താക്കി വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ പ്രജ്ഞ, ബോധം, അത് പ്രതിഷ്ഠിതമാണ്, ഉറച്ചതാണ് എന്നുള്ളതാണ്. ഇത്തരം സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായി വരണം ജീവിതത്തിൽ. അതാണ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് ആളുകൾ കരുതും. അങ്ങനെയല്ല. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു അവബോധത്തിന്റെ പേരാണ് ആത്മീയത എന്ന്. അത് ആന്തരികമായ ബോധവികാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ഏതെങ്കിലും കുറച്ച് കർമ്മങ്ങളുടെ, മാമൂലുകളുടെ തനിയാവർത്തനമായിട്ട് കരുതണ്ട. ചില ആചാരങ്ങൾ മാത്രമല്ല അത്. പലപ്പോഴും നമ്മളുടെ അധ്യാത്മ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒക്കെ കടന്നു വരാറുണ്ട്. പക്ഷെ അനുഷ്ഠാനവും ആചാരവും മാത്രമല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അവബോധവും അനുകമ്പയും കൂടി ചേർന്ന് വരുമ്പോഴാണ് ആ ആധ്യാത്മികത മൂല്യവത്തായ ഒരു ജീവിത വ്യവസ്ഥയായിട്ട് മാറുന്നത്. അത്തരം ജീവിത വ്യവസ്ഥയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാത്മാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഭാരതത്തിലെ ആധുനിക കാലത്തുണ്ടായിട്ടുള്ള അധ്യാത്മ പുരുഷോത്തമന്മാരായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദ സ്വാമികൾ, രമണ മഹർഷി, ഇതുപോലുള്ള ആധുനിക കാലത്തെ ജ്ഞാനികൾ, അവരും നമുക്ക് ആത്മജ്ഞാനത്തിന്റെ ഫലമായിട്ട് കാരുണ്യത്തിന്റെ പ്രസക്തിയെ കുറിച്ച് അവർ ബോധിപ്പിച്ചു തന്നിട്ടുണ്ട്. മതങ്ങളുടെ ലോകത്ത് ക്രിസ്തുവും ബുദ്ധനും ഒക്കെ, നബിയും കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരുണ്യവും അറിവും ചേർന്ന് വരുമ്പോഴാണ് ജീവിതം കൂടുതൽ സംഫുല്ലമായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ കയറൂരി വിടുന്ന കുതിരകളായിട്ട് മാറാൻ പാടില്ല. പകരം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നമുക്ക് വേണ്ടപ്പോൾ പിടിച്ചു നിർത്തുവാനും നിയന്ത്രിക്കുവാനും നിഗ്രഹിക്കുവാനും നമുക്ക് കഴിയണം. ആ ഒരു കഴിവാണ് ശരിക്ക് നമ്മളുടെ സെൻസറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ ഒരു മാനേജ്മെന്റ്, അത് വേണ്ടവണ്ണം നിർവഹിക്കാൻ കഴിയുന്നത് തന്നെ ജീവിതത്തിലെ ഒരു വിജയമായിട്ട് കരുതാം. വേണ്ടിടത്ത് പ്രവർത്തിക്കുകയും വേണ്ടാത്തിടത്ത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാം. കണ്ണായാലും കാതായാലും മൂക്കായാലും നാക്കായാലും.
നല്ലത് മാത്രം കാണുക, നല്ലത് കേൾക്കുക, നല്ലത് മണക്കുക, നല്ലത് സ്പർശിക്കുക, നല്ലത് രുചിക്കുക. ഇവിടെ നല്ലത് എന്ന് പറയുന്നത് ആകെ നന്മയുടെ ഭാഗം കൂടിയായിരിക്കണം. എൻ്റെ നന്മ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ നന്മയും ആ നന്മയിൽ അന്തർലീനമായിട്ട് വരണം. അത്തരത്തിലൊരു അടിസ്ഥാനം നമ്മളുടെ വീക്ഷണങ്ങൾക്ക് ഉണ്ടായി വരേണ്ടതുണ്ടെന്ന് ഭഗവത്ഗീതയെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പതനവും പരാജയവും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് 2 ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ലോകത്ത് സ്വയം നശിക്കാൻ കഴിയുന്നത്, ആ നാശത്തിൽ നിന്ന് അവനെ തിരിച്ചു പിടിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 62ാമത്തെ ശ്ലോകം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായത്തെ. ധ്യായതോ വിഷയാൻ പുംസഃ. പദം പിരിക്കുകയാണെങ്കിൽ ധ്യായതഃ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ. ആ വരിയുടെ പദം പിരിക്കുകയാണെങ്കിൽ സംഗഃ തേഷു ഉപജായതേ. സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധഃ അഭിജായത്തെ എന്ന് പദച്ഛേദം ചെയ്യാം. വിഷയാൻ ധ്യായതഃ പുംസഃ. വിഷയങ്ങളെ ധ്യായതഃ എന്നതിനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, താലോലിക്കുന്ന, വിഷയങ്ങളെ താലോലിക്കുന്ന മനുഷ്യന്, പുരുഷൻ എന്ന വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം. വിഷയങ്ങളെ നിരന്തരം താലോലിക്കുന്ന മനുഷ്യന്, ആണായാലും പെണ്ണായാലും ഇവിടെ പുരുഷൻ എന്ന വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം. അത് ആരായാലും വിഷയങ്ങളെ താലോലിക്കുന്നവന് തേഷു ആ വിഷയങ്ങളില് സംഗഃ ഉപജായതേ സംഘം ആസക്തി ഉണ്ടാകുന്നു. സംഘം എന്ന് പറഞ്ഞാൽ ചേർച്ച, അതിൽ ആസക്തി, ഒട്ടിപ്പിടിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നു. അതാണ് സംഘം എന്ന് പറയുന്നത്. സംഘത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വിഷയങ്ങളുമായിട്ട് സംഘപ്പെടുമ്പോഴാണ് ആ വിഷയം നമുക്ക് പ്രശ്നമായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ പ്രശ്നമാകൂല ഒരു വിഷയവും. സംഘത്തിൽ നിന്ന് കാമം ഉണ്ടാകുന്നു. സംഘാത് കാമഃ സഞ്ജായതേ. സംഘത്തിൽ നിന്ന്, അപ്പോ വിഷയത്തെ ധ്യാനിക്കുന്നതിലൂടെ, വിഷയത്തെ താലോലിക്കുന്നതിലൂടെ നമുക്ക് അതിൽ സംഘം ഉണ്ടാകുന്നു. സംഘത്തിൽ നിന്ന് കാമം ഉണ്ടാകുന്നു. കാമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിഷയം സുഖം തരുമെന്ന് നമുക്ക് മുന്നനുഭവം ഉള്ളത് കൊണ്ട് ആ സുഖവസ്തുവിനെ സ്വന്തമാക്കാനും അനുഭവിക്കാനുമുള്ള തീവ്രമായ അഭിനിവേശത്തിന്റെ പേരാണ് കാമമെന്ന്. ഇനി ആ കാമം വന്നാലോ? കാമാത് ക്രോധോഭിജായതേ. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഇനി ബാക്കി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിലെ സംഘത്തിലേക്ക് വഴിപ്പെടുന്നതും ക്രോധത്തിലേക്ക് വീഴുന്നതും? ആദ്യം നമ്മളൊരു ഏതെങ്കിലും ഒരു വിഷയത്തെ, വിഷയം എന്ന വാക്കിന് ഇന്ദ്രിയ ഗോചരമായതെന്തോ അതെല്ലാം വിഷയമാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയും ഇവയുടെ ചേരുവകളും. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ പല ചേരുവകൾ ഉണ്ടല്ലോ പ്രപഞ്ചത്തില്. ശബ്ദം മാത്രമായിരിക്കില്ല, ശബ്ദവും വെളിച്ചവും ഗന്ധവും ഒക്കെ ചേർന്നിട്ടുള്ള ചേരുവകൾ ഉണ്ടാകാം. ഇതൊക്കെ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ ഞാൻ ധ്യാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ, മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ, മനസ്സിൽ ആ വിഷയം ഇങ്ങനെ തത്തിക്കളിക്കുകയാണ്. അതിനെയാണ് ധ്യായതഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിഷയം തന്നെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും, പോകാതെ, ഒരിടത്തും പോകാതെ. അങ്ങനെയാണല്ലോ ഒരു കാമുകൻ കാമുകിയെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു.
താലോലിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മനസ്സിൽ നിന്ന് അവൾ മറയുന്നില്ല. നമ്മളുടെ സാഹിത്യവും സിനിമയും ഒക്കെ അങ്ങനെയാണല്ലോ. കാമുകൻ കാമുകിയെക്കുറിച്ചും കാമുകി കാമുകനെ കുറിച്ചൊക്കെ നിരന്തരമായി ഇങ്ങനെ ആലോചിക്കുന്നതിന്റെ ചിത്രീകരണങ്ങളായിരുന്ന ആദ്യകാലത്തെ സാഹിത്യങ്ങൾ. ഇപ്പോഴത്തെ സാഹിത്യവും അത് തന്നെയാണ്. ചങ്ങമ്പുഴയുടെ രമണൻ നല്ല ഒരു അത്തരം ആലോചനയുടെ, താലോലിക്കലിന്റെ, ധ്യാനത്തിന്റെ, വ്യക്തി മനസ്സില് ഒരു ഭാവം അങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. ഒരു പ്രണയിനിയെ നമ്മൾ സ്വന്തമാക്കാൻ തീവ്രമായി അഭിലേഷിക്കുന്നു. നമ്മുടെ സിനിമകളും സാഹിത്യങ്ങളൊക്കെ ഒരു ട്രയാങ്കുലർ പാറ്റേണിലാണ്, ഒരു ത്രികോണത്തിന്റെ ആകൃതിയിലാണ് അത് വരുന്നത്. എന്തെന്നാല് ത്രികോണ ബന്ധങ്ങൾ എന്നാണ് അതിനെ പറയാ, ട്രയാങ്കുലർ റിലേഷൻഷിപ്സ്. ഒരു ഹീറോ ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം ഒരു കാമുകിയെ സ്നേഹിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ കാമുകിയിലായിരിക്കും. ധ്യായതഃ വിഷയാൻ പുംസഃ. അദ്ദേഹത്തിന് സംഘം ഉണ്ടാകുന്നു, അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു, ഒട്ടലുണ്ടാകുന്നു. അത് ആ കാമുകിയോട് ഒട്ടലുണ്ടാകുന്നു വളരെയധികം. ആ കാമുകിയെ സ്വന്തമാക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും. ലവ് ലെറ്റർ എഴുതുന്നു, അത് പലരിലും കൊടുത്തയക്കുന്നു. പണ്ടുകാലത്ത് മേഘത്തിന്റെ കൈവശം മേഘത്തിനോട് പോലും സന്ദേശം അയച്ചിരുന്ന കാളിദാസന്റെ മേഘ സന്ദേശമൊക്കെ നമ്മൾ അത് വായിക്കേണ്ടതാണ്. അതാണ് റൊമാൻസ് എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിലാണ് റൊമാൻസ് ഇരിക്കുന്നത്. അങ്ങനെ മനസ്സിങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒട്ടലുണ്ടാകും, ഒട്ടിപ്പിടിക്കും. മനസ്സ് വിഷയത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ ഒട്ടലിനെ കുറിച്ച് പറയുന്നത്, ചക്ക മുറിക്കുന്ന സമയത്ത് ചക്കയുടെ പശ കയ്യിൽ പറ്റുന്ന പോലെയാണ്. ചക്കയുടെ പശ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കയ്യിൽ തൊടുന്നത് മുഴുവൻ ഒട്ടും എല്ലാം. അതുപോലെ നമുക്ക് സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് വേറെ ഒന്നിലും വ്യാപരിക്കില്ല, ഈ ഒരു വിഷയത്തെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു മനസ്സിനുണ്ടാകുന്ന ദുര്യോഗത്തിന്റെ വശം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കാമുകിയെ ഒരുവൻ സ്വവശത്തേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? വേറൊരുവൻ അതിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നു, ആ റിലേഷൻഷിപ്സിലേക്ക്. അങ്ങനെ കാമുകന്റെ മനസ്സിലുണ്ടായിരുന്ന സംഘം തീവ്രമാകുന്നു. ആ കാമുകിയെ തനിക്ക് സ്വന്തമാക്കി ആ കാമുകിയുടെ കൂടെ ജീവിക്കണം എന്നുള്ള തീവ്രമായ അഭിലാഷം വന്നിരുമ്പോ മൂന്നാമതൊരുവൻ, ആന്റി ഹീറോ അങ്ങോട്ട് വരുന്നു, കടന്നു വരുന്നു. ആ കാമുകിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ കാമുകന്റെ ഭാവം എന്താ? തൻ്റെ കാമം തടയപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമതൊരാൾ അങ്ങോട്ട് കടന്നു വന്ന് തൻ്റെ കാമത്തിന്റെ സാക്ഷാത്കാരത്തിന്, പൂർത്തീകരണത്തിന് വിഘ്നമായിട്ട്, തടസ്സമായിട്ട് ഒരു ഘടകം അവിടെ വരികയാണ്. അതൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്ന ഭാവത്തിന്റെ പേരാണ് ക്രോധം എന്ന്. എവിടെ നിങ്ങൾക്ക് ക്രോധം വരുന്നുണ്ടോ അവിടെയൊക്കെ കാമത്തിന് ഭഗ്നമുണ്ടാകുന്നുണ്ട്. കാമം എവിടെയൊക്കെ ഭഗ്നമാകുന്നോ, ഭഞ്ജിതമാകുന്നുവോ, തടയപ്പെടുന്നുവോ അവിടെയൊക്കെ ക്രോധമുണ്ടാകുന്നു. അപ്പൊ ക്രോധത്തിന്റെ കാരണം എന്താണ്? കാമമാണ്. കാമത്തിന്റെ കാരണം എന്താണ്? സംഘമാണ്. അപ്പൊ സംഘത്തിന്റെ മുന്നെന്താണ്? സംഘത്തിന്റെ മുന്നേ മനസ്സിൽ ഒരു വിഷയം വന്ന് നമ്മള് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതാണ് വിഷയത്തിന്റെ സ്വഭാവം. അപ്പൊ ഏതൊരു വിഷയത്തെ നമുക്ക്, ഇത് മിത്രഭാവത്തിലുള്ള വിഷയം ഉണ്ടാകാം, ശത്രുഭാവത്തിലുള്ള വിഷയം ഉണ്ടാകാം. ശത്രുഭാവത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. തലേന്ന് പിന്നെ പോകില്ല, അത് അടർത്തി കളഞ്ഞാലും പോകില്ല. അപ്പൊ ധ്യായതഃ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോ അഭിജായതേ. അപ്പൊ ക്രോധം വന്നു കഴിഞ്ഞാല് നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയാം. നമ്മൾ ക്രോധത്തിന് ഹേതുവായ, കാരണമായ മനുഷ്യനെ തച്ചുടയ്ക്കാനുള്ള തീവ്രമായ പ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. ഒന്നുകിൽ അദ്ദേഹത്തെ ആ രംഗത്തിൽ നിന്നും നിഷ്കാസിതനാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിഹനിക്കണം, കൊന്നുകളയണം. ഇങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മളുടെ സാഹിത്യം
ഒക്കെ മനുഷ്യ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നത്. സിനിമകൾ നമ്മളെ ആകർഷിക്കുന്ന അങ്ങനെയാണല്ലോ. നിങ്ങളുടെ മനഃശാസ്ത്രത്തിന്റെ ദുർബലതകളെ സാഹിത്യങ്ങളിലൂടെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ മനസ്സിന്റെ ദുർബലതകളാണ് അവന് സാഹിത്യമായിട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വൈകാരികതകളും ഭാവങ്ങളൊക്കെ മനുഷ്യ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ലോകത്തെ സാഹിത്യകാരന്മാർ നിലനിൽക്കുന്നത്. സാഹിത്യകാരന്മാര് നിലനിൽക്കുന്നതിന്റെ കാരണം മനുഷ്യ മനസ്സിന്റെ വൈകാരികമായ ദുർബലതകളാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ ആ വൈകാരിക ഭാവത്തിൽ നിന്നൊക്കെ ഉയർന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത്തരം തുച്ഛമായ ദുർബല വികാരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആസ്വാദനക്ഷമതയെ ആകർഷിക്കാൻ എഴുത്തുകാരുണ്ടാവുകയില്ല. അപ്പോ ആദ്യകാലത്ത് നമുക്കറിയാം, നമ്മളുടെ മലയാളത്തില് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകുമായിരുന്നു. പൈങ്കിളി മാസികകൾ എന്നാണ് അതിനെ പറയാം. തീർച്ചയായും ഈ പൈങ്കിളി മാസികകൾക്ക് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ തീവ്രമായ ശക്തികളുണ്ട്. അതിലോരോ കഥാപാത്രവും ദീർഘകാലം മനുഷ്യന്റെ മനസ്സിൽ ചേക്കേറുകയും ഒരു ലക്കം കഴിഞ്ഞ് അടുത്ത ലക്കത്തിന് വേണ്ടി നിരന്തരമായിട്ട് കാത്തിരിക്കുന്ന പൈങ്കിളികളായിട്ടുള്ള വായനക്കാര് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ട് ഇപ്പൊ സീരിയലുകളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. വായന കുറഞ്ഞിരിക്കുന്നു, പകരം സീരിയലുകളാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വികാരങ്ങളുടെ ദുർബലതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രോധം എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കാമത്തിന് വിഘ്നം വരുന്നത് എവിടെ നിന്നാണ്, അവിടെ നിന്ന് ക്രോധം ഉണ്ടാകും. ഇതിപ്പോ ഈ സിനിമകളുടെ കഥ മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിനെതിരെ ദേഷ്യപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ച ആ വഴക്ക് പറയുന്ന ആ കുട്ടിയെ എന്തിനാ വഴക്ക് പറയുന്നത്? അമ്മയ്ക്ക് കാമം ഉണ്ടായിട്ടാണോ വഴക്ക് പറയുന്നത്? തീർച്ചയായിട്ടും അമ്മയുടെ കാമം ഏത് രൂപത്തിലുള്ളതായിരുന്നു? ആ മകൻ അമ്മ വിചാരിക്കുന്നത് പോലെ ജീവിക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, കാമത്തോട് കൂടിയിട്ടാണ് ആ അമ്മ വളർത്തുന്നത് ആ കുട്ടിനെ. അതായത് ഈ അമ്മയുടെ കാമം കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് അധ്യാരോപിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ അമ്മയുടെ സങ്കല്പത്തിനനുസൃതമായിട്ട് വളർത്താൻ ശ്രമിക്കുമ്പോൾ അതിനനുസരണയില്ലാതെ ആ കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞിനെ വഴക്ക് പറയുകയും തല്ലുകയും ക്രോധിക്കുകയൊക്കെ ചെയ്യും. ഭർത്താവ് ഭാര്യ അടിക്കുന്നത് എന്തിനാണ്? ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് എന്താ? ഭർത്താവിന്റെ സങ്കല്പത്തിലെ ഭാര്യയാകാത്തത് കൊണ്ടാണ്. ഭർത്താവിന്റെ കാമനയ്ക്ക് അനുസൃതമായിട്ട് ഭാര്യ പെരുമാറാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിൽ എല്ലായിടത്തും ഇത് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യന്റെ കാമം, ഒരാൾ ശാന്തനാണെന്ന് പറയുമ്പോൾ അയാളുടെ അകത്ത് കാമം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? കാമമുള്ളവന്റെ ഉള്ളിൽ ക്രോധമുണ്ടാകും. നമ്മൾ പലരെയും ചൊൽപ്പടിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, ചൊൽപ്പടിക്ക് നിർത്താൻ എല്ലാവരെയും. അധികാരം എന്തിനു വേണ്ടിയാണ്? ചൊൽപ്പടിക്ക് നിർത്താനാണ്. ഏതൊരാൾ അധികാരത്തിലിരിക്കുന്നുവോ അയാൾക്ക് തീവ്രമായ കാമനകളും സങ്കല്പങ്ങളും ഉള്ള ഒരാളാണ്. അയാൾ തന്റെ അഭിലാഷങ്ങളും തന്റെ ചിന്തകളും തന്റെ സ്വപ്നങ്ങളും തന്റെ താലോലിക്കലുകളൊക്കെ വേറെ ഒരുവനിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാളെ തന്റെ കാമങ്ങളുടെ ചുമട് താങ്ങിയാക്കി മാറ്റുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ അതിന് വിഘ്നമുണ്ടാകുമ്പോൾ, അതിന് ഭംഗമുണ്ടാകുമ്പോൾ അയാൾ കോപിഷ്ഠനാകും. തീർച്ചയായിട്ടും ഈ കാമം എന്ന് പറയുന്നത് തിരിച്ചറിയേണ്ടതാണ്. നമ്മളുടെ ഒരു കാമവും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി, അത് എന്ത് തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കുക? വിഷയകാമത്തിൽ നിന്നും മനുഷ്യൻ മോചിതനാകുമ്പോൾ ആത്മാവ് സ്വച്ഛവും ശാന്തവുമാകുന്നു. അയാളെ കോപിഷ്ഠനാക്കാൻ പിന്നെ വേറൊരാൾക്കും കഴിയുകയില്ല. കാരണം വിഷയകാമനകളില്ലാത്തൊരു വ്യക്തിയെ കോപിഷ്ഠനാക്കാൻ കഴിയുകയില്ല. കോപത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കോപം കാമത്തിന്റെ സന്തതിയാണ്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഒരു കംപ്ലീറ്റ് പിക്ചറാണ് മനുഷ്യന്റെ കംപ്ലീറ്റ് ഡീഗ്രഡേഷന്റെ
അല്ലെങ്കിൽ അധപതനത്തിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രമാണ് ഇവിടെ ഭഗവാൻ വരച്ചു വെച്ചിരിക്കുന്നത്. അത് വ്യാസ ഋഷി വിരചിച്ചിരിക്കുന്നു നന്നായിട്ട്. ക്രോധം, ഇനി ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഒരാൾ ക്രുദ്ധനായി കഴിഞ്ഞാല് അയാൾ സമ്മോഹത്തിന് വശപ്പെട്ടുകയാണ്. സമ്മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവ് നഷ്ടപ്പെടുക എന്നർത്ഥം. തിരിച്ചറിവ് നഷ്ടപ്പെടുന്നില്ല. ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത് എന്ന് അറിഞ്ഞുകൂടാ. ചില കൊച്ചുങ്ങളെ ചില പിതാക്കന്മാര് വന്ന് മദ്യപിച്ച് വന്ന് എടുത്ത് ഭിത്തിയിലടിക്കുന്നതും തലതല്ലിപ്പൊളിക്കുന്നതും കൊല്ലുന്നതും കിണറ്റിലെറിയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താ? അയാളുടെ മദ്യത്തിലുള്ള കാമന കൊണ്ട്, അയാളുടെ ക്രോധം ശക്തമായ സമയത്ത് അയാൾക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നു, അയാൾക്ക് കാര്യകാരണ വിവേകം നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന് സമ്മൂഢ ചേതസ്സുണ്ടാകുന്നു, സമ്മോഹനം ഉണ്ടാകുന്നു, കൺഫ്യൂഷൻ ഉണ്ടാകും, ബോധത്തിന്റെ വ്യക്തത നഷ്ടപ്പെടുന്നു, തെളിമ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്. സമോഹനം ഉണ്ടാകുന്നു. സമൂഹാത് സ്മൃതി വിഭ്രമ. അങ്ങനെ അദ്ദേഹത്തിന്റെ വിവേകഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അദ്ദേഹത്തിന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, തിരിച്ചറിവ് നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് മകളേതാണ്, അമ്മ ഏതാണ്, ഭാര്യ ഏതാണ് എന്നൊന്നും തിരിച്ചറിഞ്ഞുകൂടാ. അച്ഛൻ ആരാണെന്നും തിരിച്ചറിഞ്ഞുകൂടാ. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. ചിലപ്പോ മകൻ അച്ഛനെ കൊന്നെന്ന് വരാം, അച്ഛൻ മകനെ കൊന്നെന്ന് വരാം. കാരണം എന്താ? ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരാൾ ക്രുദ്ധനായി കഴിഞ്ഞാൽ അയാളുടെ തിരിച്ചറിവാണ് നശിക്കുന്നത്. അതിനെയാണ് സമ്മോഹനം എന്ന് പറയുന്നത്. സമ്മോഹാത് സ്മൃതി വിഭ്രമ. സമ്മോഹം ഉണ്ടാകുന്ന സമയത്ത് സ്മൃതി വിഭ്രമം. സ്മൃതി വിഭ്രമം എന്ന വാക്കിന് അയാളുടെ ഓർമ്മകള് ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ. എന്ത് ഓർമ്മകള്? ഒന്ന്, അയാൾക്ക് സ്വാഭാവികമായിട്ട് അതുവരെ ഉണ്ടാകുന്ന മൂല്യബോധം, മൂല്യങ്ങളെ കുറിച്ചുള്ള സ്മൃതികൾ നഷ്ടപ്പെട്ടു. പൂർവ്വ ആചാര്യന്മാരിൽ നിന്ന് അദ്ദേഹം കേട്ടും കണ്ടും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും. ദീർഘകാലമായി പഠിച്ച ശാസ്ത്രങ്ങളെല്ലാം മറന്നുപോകുന്നു. അദ്ദേഹത്തിന് ക്രോധം വന്നു കഴിഞ്ഞാൽ, സമ്മോഹനം വന്നു കഴിഞ്ഞാൽ സ്മൃതി വിഭ്രമം ഉണ്ടാകും. സ്മൃതികളൊക്കെ മറന്നുപോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ക്രുദ്ധനായ ഒരാളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നു. സമ്മോഹനത്തിന് മുമ്പ് ക്രുദ്ധനായിട്ടുള്ള ഒരാളെ കുറിച്ച് ശങ്കരാചാര്യർ പറയാണ്, ക്രുദ്ധോഹി സമ്മൂഢസൻ ഗുരും അഭി ആക്രോശതി. ക്രുദ്ധനായ ഒരാള് ഗുരുവിനോട് പോലും കയർക്കുന്നാണ് പറയുന്നത്. അങ്ങനെ ഗുരുക്കന്മാരോട് കയർക്കുന്നതും ഗുരുക്കന്മാരെ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള പലരും ചരിത്രത്തിലുണ്ട്. ചരിത്രത്തിൽ അവരുടെ കഥകളൊക്കെ ധാരാളം നമുക്ക് കേൾക്കാൻ കഴിയും. അവരെങ്ങനെയാണ്? അവര് കാമം, ആന്തരിക ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ടാണ്. അവർക്ക് ഒരിക്കലും ആന്തരിക ശുദ്ധീകരണം നടക്കാത്ത ഒരു വ്യക്തി ഒരു ഗുരുവിനെ സമീപിക്കരുത്. കാരണം ഗുരു പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. രണ്ടാമത്, ആ സാഹചര്യത്തിൽ അദ്ദേഹം തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങും, ഗുരുവിനെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങും. അസാധാരണമായ അവബോധത്തെ കേട്ട് മനസ്സിലാക്കണമെങ്കിൽ സമ്പൂർണമായ കാമ നിരോധനവും നിരാകരണവും ഉണ്ടായിരിക്കണം. മനസ്സ് സ്വച്ഛമാകണം, മനസ്സ് സ്വീകാര്യമാകണം, മനസ്സ് വിനയമുള്ളതാകണം. അത്തരത്തിൽ വിനയവും സ്വീകാര്യതയും ഒക്കെ ഉള്ള ഒരു മനസ്സാകണമെങ്കിൽ ആ മനസ്സിൽ നിന്ന് രജസ്സും തമസ്സും ഒഴിഞ്ഞു പോകണം. സത്വം വളരണം, സത്വഗുണം വളരണം, സത്വഗുണം പ്രബലമായിട്ട് തീരണം. ആ സത്വഗുണ സമ്പന്നമായ ഒരു ചിത്തത്തിലാണ് കാമവും ക്രോധവും സമ്മോഹനവും ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ സമ്മോഹനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥിതിയാണ് പറയുന്നത്, സ്മൃതി വിഭ്രമം ഉണ്ടാകുന്നു. സ്മൃതിയുടെ ഒന്നും ഓർക്കുന്നില്ല. പിന്നെ ചിലപ്പോ കൂടിക്കുഴയും സ്മൃതികളല്ല, ഓർമ്മകളെല്ലാം കൂടിക്കുഴഞ്ഞൊരവസ്ഥ. ഒരു അവിയല് പരുവത്തിൽ നമ്മുടെ ഓർമ്മകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അർത്ഥത്തില് ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ തന്നെയാണത്. ക്രോധം തന്നെ ഭ്രാന്തമായ അവസ്ഥയാണ്. സമ്മോഹനം വന്നാൽ അതിഭ്രാന്തമായി, അതുപോലെ സ്മൃതിഭ്രംശം വന്നാൽ അതിലും ഭ്രാന്തായി. അപ്പൊ ഒരു ഭ്രാന്തിലേക്ക് ഒരു വ്യക്തി പരിണമിക്കുന്നത് എങ്ങനെയെന്ന് ഇത്രയും മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ
വ്യാസഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളെ ഉപയോഗിച്ചിട്ടിവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. സ്മൃതിവിഭ്രമം ഉണ്ടായിരിക്കുന്നു. സ്മൃതിഭ്രംശാത്, സ്മൃതിഭ്രംശമാണ് സമ്പൂർണ്ണ പരാജയത്തിന്റെ, സമ്പൂർണ്ണ നാശത്തിന്റെ മുമ്പുള്ളൊരു ഒരവസ്ഥ എന്ന് പറയുന്നത്. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം, അതോടുകൂടി നമ്മുടെ എല്ലാ ബുദ്ധിയും കെട്ടുപോകും. മനുഷ്യൻ ആയിരിക്കുന്നത് ബുദ്ധിവിശേഷം കൊണ്ടാണ്. അതായത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ബുദ്ധിർഹി തേഷാം അധികോ വിശേഷ ബുദ്ധ്യാവിഹീന പശുഭി സമാന. ബുദ്ധി പോയാൽ വെറും മൃഗം, പശുഭി സമാന, പശുവിന് സമാനമാണവൻ എന്ന് സുഭാഷിതത്തിൽ പറയും. അതുപോലെ ബുദ്ധിനാശമുണ്ടാകും. എന്ത് ബുദ്ധി? ആത്മബുദ്ധി നശിക്കുന്നു, വിവേകബുദ്ധി നശിക്കുന്നു, പ്രായോഗിക ബുദ്ധി നശിക്കുന്നു, മനുഷ്യബുദ്ധി നശിക്കുന്നു. കേവലം ഇനി മൃഗബുദ്ധിയാണ് അവനിൽ പ്രവർത്തിക്കുക. അതോടുകൂടിയിട്ട് പ്രണശ്യതി, സമ്പൂർണ്ണ നാശത്തിലേക്ക് പോകുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് മനുഷ്യന്റെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നശിച്ചു പോകുന്നത് എന്ന് കാണിച്ചു തരികയാണ്. എന്നാൽ നശിച്ചു പോയ ഒരു മനുഷ്യനെ നന്നാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? അതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒരു മനുഷ്യൻ നശിക്കുന്നതിന്റെ ചിത്രം മാത്രമാണ് നമ്മളിവിടെ കണ്ടത്. എവിടെ നമ്മളുടെ ജീവിതത്തില് സാത്വിക ഗുണത്തിലേക്ക് വളരാൻ കഴിയുന്നുവോ എങ്കിൽ മാത്രമാണ് നമുക്ക് അധ്യാത്മകാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടാകുള്ളൂ, ഏകാഗ്രത ഉണ്ടാകുള്ളൂ, ദീർഘസമയം പോലും സ്വാധ്യായം ചെയ്യാൻ കഴിയുള്ളൂ, ശ്രവണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തില് നമ്മൾ ഒരു കാര്യം പെട്ടെന്നുണ്ടാകുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ചിന്ത നമ്മളിൽ അങ്കുരിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത നമ്മളിൽ ആഴത്തിൽ വേരുകളാഴ്ത്തി നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ നശിപ്പിച്ച് ആ വ്യക്തിത്വത്തെ കുളം തോണ്ടി നമ്മളെ ഭ്രാന്തനാക്കി ഈ ലോക ജീവിതത്തിൽ ഏറ്റവും നീചനായ ഒരു വ്യക്തിയാക്കി നമ്മളെ മാറ്റുന്നതിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം, ഒരു അനാലിസിസ്, അപഗ്രഥനമാണ് ഇവിടെ കണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ക്രോധം ഒരിക്കലും നല്ലതല്ല. ക്രോധം വരുന്നത് എവിടെയെന്ന് തിരിച്ചറിയണം. ക്രോധിക്കുന്ന സമയത്ത് വിവേകം പ്രവർത്തിക്കണം. വിവേകം കൊണ്ട് നിങ്ങൾ നാവിനെയും മനസ്സിനെയും നിയന്ത്രിക്കണം. സമോഹനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിയന്ത്രണം സാധ്യമായിത്തീരില്ല. സ്മൃതിഭ്രംശത്തിലേക്ക് പോയാലും നിയന്ത്രണം സാധ്യമാവില്ല. നശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ആ വ്യക്തിയെ അഭ്യുദ്ധരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം പതനത്തിലേക്ക് ജീവിതത്തിൽ വീണുപോകാതിരിക്കാൻ സർവജാഗരൂകരായിട്ടിരിക്കണം എപ്പോഴും. 64-ാമത്തെ ശ്ലോകം. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിയുക്തൈസ്തു, രാഗഃ ദ്വേഷഃ വിയുക്തഃ തു. രാഗദ്വേഷവിയുക്തൈസ്തു, ഈ വിയുക്തൈഹി തു, അതാണ് രാഗദ്വേഷവിയുക്തൈഹി തു വിഷയാൻ ഇന്ദ്രിയൈഹി ചരൻ ആത്മവശ്യൈഹി വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി എന്ന് പദച്ഛേദം ചെയ്യാം നമുക്ക്. ഇതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ രാഗദ്വേഷവിയുക്തൈ ആത്മവശ്യൈ ഇന്ദ്രിയൈ വിഷയാൻ ചരൻ വിധേയാത്മാ തു പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷവിയുക്തങ്ങളായ ആത്മവശ്യൈഹി, ആത്മാവിന് വശകങ്ങളായ ഇന്ദ്രിയൈഹി, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, വിഷയാൻ, വിഷയങ്ങളെ, ചരൻ, ചരിക്കുന്ന, വിഷയങ്ങളിൽ ചരിക്കുന്ന ഒരുവൻ, അവൻ വിധേയാത്മാവാണ്.
ഇന്ദ്രിയങ്ങളെ, അന്ധക്കരണത്തെ സ്വവശത്തേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് പ്രസാദം അധികച്ചതി, പ്രസാദത്തെ പ്രാപിക്കാൻ കഴിയുന്നു എന്നാണ്. ആ പ്രസാദത്തെ ആർക്ക് പ്രാപിക്കാം? പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? പ്രസാദം എന്ന വാക്കിന് ചിത്തപ്രസന്നതയാണ്. ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞിരിക്കുക പ്രസാദ പ്രസന്നത സ്വാസ്ഥ്യം എന്നാണ്. സ്വാസ്ഥ്യമാണ് പ്രസന്നത എന്ന് പറയുന്നത്. ഒരാൾക്ക് പ്രസന്നനാകാൻ കഴിയുന്ന എപ്പോഴാണ്? പ്രസന്നത എന്ന് പറയുന്നത് ഒരു തെളിമയാണ്. ചിത്തം മാലിന്യ വിമുക്തമാകുമ്പോഴാണ് തെളിയുന്നത്. ഒരു ജലാശയം തന്നെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ജലാശയത്തിന്റെ അവ്യക്തത നമുക്ക് മനസ്സിലാകും. എന്നാൽ ഒരു ജലാശയം തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള വെള്ളാരം കല്ലുകളും അതുപോലെ സസ്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. പളുങ്ക് പോലെയുള്ള വെള്ളം നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ കോരിയാല് തെളിമയോടെ കാണാൻ പറ്റും. അതാണ് പ്രസന്നത എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിത്രത്തിനും കലക്കുവെള്ളം പോലെ ഇരിക്കുകയും ചെയ്യാം, തെളിവെള്ളം പോലെയും ഇരിക്കാം. തെളിവെള്ളം പോലെ ഇരിക്കണം. അതാണ് പ്രസന്ന ചിത്തം എന്ന് പറയുന്നത്. ഒരാളുടെ ചിത്തം പ്രസന്നമാകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ വ്യക്തിത്വത്തിന് പ്രസന്നത ഉണ്ടാകും. അയാളുടെ സാന്നിധ്യത്തിൽ ആ പ്രസന്നത പ്രസരിച്ചുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസന്നതയായിരിക്കണം. ആന്തരിക ശുദ്ധീകരണത്തിലൂടെ വ്യക്തിക്ക് സമാർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള തെളിമ, ആകാശത്തിന്റെ നൈർമല്യം പോലുള്ള തെളിമ, ഹിമാലയത്തിലെ തടാകങ്ങളിൽ കാണുന്ന സ്വച്ഛ ജലരാശി പോലെയുള്ള ചിത്തം, ആ ചിത്തമാണ് ഒരു വ്യക്തിയുടെ പ്രസന്നത എന്ന് പറയുന്നത്. അത് സാത്വിക ഭാവത്തിന്റെ പ്രബലത തന്നെയാണ്. ആ സാത്വിക ഭാവത്തിലാണ് ആ തെളിമ ഉണ്ടാകുന്നത്. അപ്പൊ പ്രസാദത്തിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യമായിരിക്കുന്നത്. ചിത്തം പ്രസാദത്തെ പ്രാപിക്കണം. പ്രസാദത്തെ അല്ലെങ്കിൽ പ്രസന്നതയെ, സ്വാസ്ഥ്യത്തെ പ്രാപിക്കണം. ചിത്തം ഒരർത്ഥത്തില് ആത്മാവില് പ്രതിഷ്ഠിതമാകുമ്പോഴാണ് പ്രസന്നമാകുന്നത്. സ്വസ്മിൻ സ്ഥിതിയാണ് പ്രസാദം എന്ന് പറയുന്നത്, സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത് പ്രസന്നതയ്ക്ക് സ്വാസ്ഥ്യം എന്നാണ്. സ്വമ്മിലുള്ള സ്ഥിതി, തന്റെ ആത്മാവിലുള്ള സ്ഥിതി, ആത്മാവിൽ ഉറച്ചിരിക്കുമ്പോഴാണ് പ്രസന്നമാകുന്നത്. മനസ്സ് വിഷയങ്ങളിൽ ഇരുന്നാൽ അപ്രസന്നമാകും, മനസ്സ് അപ്രസന്നമാകും, വിഷയപ്രസന്നമാകും, വിഷയത്തിന്റെ പ്രസരണം കൂടും അതിലേക്ക്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്രസാദത്തിലേക്ക് വരികയാണ്. എങ്ങനെ വരും? രാഗദ്വേഷവിയുക്തൈഹി, രാഗദ്വേഷവിയുക്തമായിരിക്കണം നമ്മുടെ ജീവിത വീക്ഷണം. എവിടെ രാഗമുണ്ടോ അവിടെ ദ്വേഷമുണ്ടോ. ഈ ദ്വന്ദ്ങ്ങൾക്കിടയിൽ ഉയലാടുന്ന മനസ്സ് പ്രസന്നമായിരിക്കുകയില്ല. സാധാരണ മനസ്സിന്റെ പ്രത്യേകത അതാണ്. മനസ്സ് ദ്വന്ദ്ങ്ങൾക്കിടയിൽ ആന്തോളനം ചെയ്യുന്നതാണ് മനസ്സ്. രാഗത്തിലും ദ്വേഷത്തിനിടയില് എനിക്ക് ഇഷ്ടം തോന്നിയാൽ അങ്ങ് പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കാനുള്ള ഇഷ്ടം, കൈവിടാത്ത ഇഷ്ടം, അങ്ങ് ദേഷ്യം വന്നു കഴിഞ്ഞാലോ നശിപ്പിക്കാനുള്ള ദേഷ്യം, രാഗദ്വേഷം, ഈ രണ്ട് വികാരങ്ങളുടെ എക്സ്ട്രീമിലേക്ക് പോകുന്ന, പരധ്രുവങ്ങളിലേക്ക് പോകുന്ന വ്യക്തികളാണ് കൂടുതലും ലോകത്തില്. ഒരു പ്രസന്ന ചേതസ്സായ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? രാഗദ്വേഷങ്ങളുടെ ധ്രുവങ്ങളിലേക്ക് അധികം ചലിക്കുന്നവരല്ല അവര്. ഇനി ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്കായാലും ഈ പ്രസന്നത ധാരാളം കാണുന്നുണ്ട്. അവരൊരിക്കലും അമിതമായിട്ട് ദേഷ്യപ്പെടുകയോ ദ്വേഷിക്കുകയോ വിരോധിക്കുകയോ അമിതമായിട്ട് ആസക്തി കാണിക്കുകയോ ചെയ്യില്ല വ്യക്തിബന്ധങ്ങളിൽ പോലും. ചില ആളുകൾ അങ്ങനെയല്ല, ഒരുപാട് അങ്ങ് സ്നേഹിക്കുക. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇയാൾ നമ്മളെ കൊല്ലും, വെറുക്കും എന്ന്. ഒരുപാട് സ്നേഹിക്കുന്നവരെ ഭയപ്പെടേണ്ടതാണ്. കാരണം ഈ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ചെറിയ കാര്യം മതി പിണക്കമുണ്ടാകാൻ, ദേഷ്യമുണ്ടാകാൻ, വിരോധമുണ്ടാകാൻ, ശത്രുത ഉണ്ടാകാൻ. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും
അതുപോലെ എല്ലാ ബന്ധങ്ങളിലും ഇത് തിരിച്ചറിയേണ്ടത് വളരെ നല്ലതാണ്. വളരെ പക്വമായിട്ടുള്ള റിലേഷൻ സൗമ്യവും പ്രസന്നവുമായിരിക്കും. അത് ശാശ്വതവുമായിരിക്കും. നിസാര കാരണങ്ങൾ കൊണ്ട് അവിടെ ഭഞ്ജിക്കപ്പെടില്ല. ആ ബന്ധം ഭഞ്ജിക്കപ്പെടില്ല. കാരണം എന്താ? രാഗദ്വേഷങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിന്. ആ വ്യക്തിയുടെ ആന്തരികതയുടെ പ്രസന്നതയില് തീവ്ര വികാരങ്ങൾ ഉണ്ടാകില്ലെങ്കിലും അതിൽ സ്നേഹത്തിന്റെ നൈർമല്യവും തെളിമയും ഉണ്ടായിരിക്കും ആ വ്യക്തിയിൽ. ആ സ്നേഹത്തിന്റെ തെളിമയും നൈർമല്യവും ഒക്കെ ചിലപ്പോൾ തീവ്ര വികാര പ്രകടനം നടത്തുന്ന സ്നേഹിതന്മാരിലും സ്നേഹിതകളിലൊന്നും കണ്ടെന്നു വരില്ല. അവർ ദേഷ്യപ്പെടുമ്പോഴും നമുക്കത് മനസ്സിലാകുള്ളൂ. അവരുടെ ക്രോധത്തിനും ദേഷ്യത്തിനുമൊക്കെ കൊല്ലാനുള്ള, നശിപ്പിക്കാനുള്ള പ്രവണതകൾ ഉണ്ടായിരിക്കും. എന്നാൽ പല ബന്ധങ്ങളിലും പല ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് സ്നേഹിക്കാനാണ്. ഒരുപാട് സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം ഉപരിപ്ലവമായിട്ടുള്ളതാണ്. ആ സ്നേഹത്തിന് ശാരീരികവും മാനസികവുമായ ആസക്തികൾക്കപ്പുറത്ത് അധ്യാത്മമായ പ്രസന്നതയുടെ, സൗമ്യതയുടെ മാനം ഉണ്ടായിരിക്കില്ല. അത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മെച്യൂർ ലവ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് പ്രസന്നമായിരിക്കും, സൗമ്യമായിരിക്കും. ഒരുപാട് തീവ്രമായിട്ടുള്ള പ്രകടന തൽപരതകൾ അതിലുണ്ടായിരിക്കില്ല. എന്നാൽ സൗമ്യമായ ഇടപെടലുകൾ അതിലുണ്ടായിരിക്കും. അതിൽ വിരോധങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, ശത്രുതകൾ ഉണ്ടായിരിക്കുകയില്ല. അതിൽ ഒരുപാട് പൊറുക്കാനും സഹിക്കാനുമുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. കാരണം രാഗദ്വേഷങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല ബന്ധം നിലനിൽക്കുന്നത്. രാഗദ്വേഷങ്ങൾ ഉണ്ടെങ്കിലോ ആ ബന്ധം ശിഥിലമാകാൻ എത്തിയ നേരം മതി. ഗുരു ശിഷ്യന്മാർക്കിടയിൽ പോലും രാഗദ്വേഷങ്ങൾ വന്നാൽ ശിഷ്യന് ഗുരു വെറുക്കപ്പെട്ടവനാകും. എന്തെന്നാൽ ഈ ശിഷ്യന്റെ മനസ്സിൽ ഗുരുവിനോട് അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അസൂയ, അഭ്യസൂയ, ഒരു ശിഷ്യനിൽ അസൂയ ജനിക്കുകയാണെങ്കിലോ ഗുരുവിന്റെ അറിവിന്റെ കാര്യത്തിലൊക്കെ ആ ശിഷ്യന് അസൂയ ജനിച്ചാലോ ആ ശിഷ്യന്റെ മനസ്സിൽ ശത്രുവായിട്ട് മാറും ഗുരു. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോ ഒരു മനുഷ്യ മനസ്സിന്റെ സമ്പൂർണമായ പരാജയത്തിന്റെ അടിസ്ഥാനത്തെ വേണ്ടവണ്ണം വിലയിരുത്തി ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു മനഃശാസ്ത്ര ഗ്രന്ഥം എവിടെയാണുള്ളത്? നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരുടെയും പഠനങ്ങൾ പഠിച്ചു നോക്കും. ലോകത്തെ എക്കാലത്തെയും വലിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന് ശേഷം വന്ന കാൾ ഗുസ്താഫ് യുങ്, ആഡ്ലർ, ഓട്ടോറേങ്ക്, ഇതുപോലുള്ള പല മനഃശാസ്ത്രജ്ഞന്മാരും, ഈ അടുത്ത കാലത്ത് നിരവധി മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇപ്പൊ മനഃശാസ്ത്രജ്ഞന്മാരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ലോകത്ത്. അത്രയധികം മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ ഭഗവാൻ കൃഷ്ണനോളം ഉൾക്കാഴ്ചയുള്ള ഒരു മനഃശാസ്ത്രജ്ഞന് വേറെ എവിടെയുണ്ട്? ഇത് മനഃശാസ്ത്രമല്ല ഒരർത്ഥം, ഇത് ബോധശാസ്ത്രം, അവബോധത്തിന്റെ ശാസ്ത്രമാണ്. മനസ്സ് ഇതിൽ ആനുഷംഗികമായിട്ട് കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിനെ കുറിച്ച്, മനസ്സ് സ്ഥായിയായ ഭാവമല്ല. മനസ്സിന് നാശമുണ്ട്, മനസ്സ് ക്ഷയിക്കുന്നതാണ്, മനസ്സിനെ നശിപ്പിക്കാവുന്നതാണ്, ഇല്ലാതാക്കാവുന്നതാണ്. ബോധത്തെ ഇല്ലാതാക്കാനാവില്ല. ബോധമാണ് ശാശ്വതം. ആ ബോധത്തിലേക്കാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മളെ ആനയിക്കുന്നത്. അതുകൊണ്ട് രാഗദ്വേഷ വിയുക്തൈഹീതു, രാഗദ്വേഷങ്ങളിൽ നിന്നും വിയുക്തനായിട്ടുള്ള ആത്മവശ്യൈഹി, ആത്മാവിന്റെ വശത്തേക്ക് തിരിഞ്ഞ മനസ്സും അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഓടുകൂടിയിട്ടുള്ള ഒരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തി, അതായത് ആത്മവശകമാകാന്ന് പറഞ്ഞാൽ സ്വനിയന്ത്രണത്തിലാകാന്ന് പറയാം. മനസ്സും ഇന്ദ്രിയങ്ങളും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുക, തൻ്റെ ആത്മാവിന് വശകമായിട്ട് നിൽക്കുക. അല്ലാതെ വിഷയത്തിന് വശകമായിട്ടല്ല നിൽക്കുന്നത്, ആത്മാവിന് വശകമായിട്ട് നിൽക്കുക. അങ്ങനെയുള്ള വ്യക്തിക്ക് വിഷയാൻചരൻ, ഏത് വിഷയത്തിലും ചലിച്ചോളൂ അയാളെ വിധേയാത്മ എന്നാണ് പറയുന്നത്. അന്ധക്കരണം സ്വന്തം വശത്ത് വിധേയത്തിലായിട്ടുള്ള വ്യക്തിയെ വിധേയാത്മ എന്നാണ് പറയുക.
അയാൾക്ക് ഈ ലോകത്തിലെ വിഷയങ്ങളുടെ ഇടയിൽ ചരിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അയാൾ ഒരു വിഷയവും ബന്ധിക്കില്ല. കാരണം എന്താ? വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന അന്ധക്കരണം അയാളുടെ കൈവശം ഇരിക്കുകയാണ്, അയാളുടെ വരുതിയിലിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ സ്വതന്ത്രനാണ്. ഏത് വിഷയങ്ങളുടെ ഇടയിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാം. ഒരിക്കലും ഭാരതീയമായ ആധ്യാത്മികത വിഷയത്തെ വെറുക്കാനൊന്നും പറയുന്നില്ല, ഒരു വിഷയത്തെയും വെറുക്കാനായിട്ട് പറയുന്നില്ല. പകരം ഇന്ദ്രിയങ്ങളെ, അന്ധകരണത്തെ നമുക്ക് സ്വവശത്തേക്ക് വെച്ചുകൊണ്ട്, ആനയിച്ചുകൊണ്ട് നമുക്ക് വിഷയങ്ങളെ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒരു മെച്യൂർ ഫ്രീഡം ആയിട്ട് കരുതണം. മെച്യൂരിറ്റിയുള്ള, പക്വതയുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട്. അത്തരം വ്യക്തികളെ കൊണ്ട് ലോകത്തിനൊരു ഹാനി ഉണ്ടാവില്ല. കാരണം അയാൾക്കറിയാം എപ്പോൾ ഒരു ഇന്ദ്രിയത്തെ ആമ അതിൻ്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത് എപ്പോഴാണോ അതുപോലെ അകത്തേക്ക് വലിക്കാനും പുറത്തേക്ക് ഉപയോഗിക്കാനും അദ്ദേഹത്തെ അറിയാം. മാനേജ്മെന്റ് ആണെന്നാണ് അതിനെ പറയാൻ. നമുക്ക് ആ മാനേജ്മെന്റ് പഠിക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയിലൂടെ. അങ്ങനെയാണ് നമുക്ക് പ്രസാദം ഉണ്ടാകുന്നത്, സ്വാസ്ഥ്യം ഉണ്ടാകുന്നത്, പ്രസന്നത ഉണ്ടാകുന്നത്. ഇനി അടുത്ത 65-ാമത്തെ ശ്ലോകം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനിഹി അസ്യ ഉപചായത്തെ പ്രസന്നചേതസഃ ഹി ആശു ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ എന്ന് പദച്ഛേദം. ഇനി നമുക്ക് അർത്ഥം നോക്കാം. പ്രസാദം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസന്ന ചേതസ് അല്ലെങ്കിൽ സ്വാസ്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്വമ്മിലുള്ള സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ, തെളിമ വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഗുണം? സർവദുഃഖാനാം ഹാനിഹി, എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി ഉണ്ടാകും. ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്? ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. 3 തരത്തിലുള്ള ദുഃഖങ്ങളേ ഉള്ളൂ. ഒന്ന് തന്നെത്താൻ ഉണ്ടാക്കുന്ന ദുഃഖം, ഭൗതിക ലോകത്തുനിന്നുണ്ടാക്കുന്ന ദുഃഖങ്ങൾ വേറൊന്ന്, ആധിഭൗതികം. പിന്നെ നനച്ചിരിക്കാതെ സംഭവിക്കുന്നത് ആധിദൈവികം. ഒരു ഇടിമിന്നൽ ഉണ്ടായി, ഒരു ഭാഗം തളർന്നു പോയി, എന്ത് ചെയ്യാനാ? അങ്ങനെയും ദുഃഖം വരാലോ. അത് നമ്മൾ വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റുമോ അത്? അപ്പോ അങ്ങനെയുള്ള ദുഃഖങ്ങളും നമുക്ക് പ്രസന്ന ചേതസ് വന്നു കഴിഞ്ഞാൽ അതും മാറുന്ന പറയുന്നത്. അപ്പൊ ചിത്തം പ്രസന്നമായി കഴിഞ്ഞാൽ സർവദുഃഖാന ഹാനിഹി, ഒരു ദുഃഖം ഉണ്ടാവില്ല, ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നു. അപ്പൊ ദുഃഖത്തിൽ നിന്ന് മോചനത്തിനായിട്ട് ഏറ്റവും നല്ല വഴി എന്താ? പ്രസാദമുള്ളവരായിട്ട് തീരുക, സ്വാസ്ഥ്യമുള്ളവരായിട്ട് തീരുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരാൾക്ക് സർവദുഃഖാന ഹാനിഹി ഉപചായതേ ഉണ്ടാകുന്നു. നിശ്ചയമായിട്ട് ഹി പ്രസന്ന ചേതസഹ ആശു, പ്രസന്നചിത്തനായ ഒരുവന് പെട്ടെന്ന് തന്നെ ബുദ്ധി പര്യവതിഷ്ഠതേ, പെട്ടെന്ന് തന്നെ ബുദ്ധി എന്ന വാക്കിന് ജ്ഞാനം ഉണ്ടാകുന്നു. സുസ്ഥിരമായിട്ടുള്ള ജ്ഞാനത്തില് ഉറച്ചിരിക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ ഭഗവത്ഗീത തുടങ്ങിയപ്പോ നമുക്ക് 2 തരത്തിലുള്ള മാർഗങ്ങൾ പറഞ്ഞു. കർമ്മയോഗം ചിത്തശുദ്ധിക്കായിട്ടും, ചിത്തശുദ്ധനായവന് പിന്നീട് ജ്ഞാനത്തിൽ പ്രതിഷ്ഠയും കിട്ടും. ജ്ഞാനമാണ് ആത്യന്തികമായ ലക്ഷ്യം. ചിത്തശുദ്ധി അതിലേക്കുള്ള ഒരു പടവ് മാത്രമാണ്, ഒരു ഉപായം മാത്രമാണ്. ഇപ്പൊ പ്രസാദം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ ചിത്തശുദ്ധിയിലൂടെയാണ്. അത് കർമ്മയോഗയുടെ ആത്യന്തിക ഫലം കൂടിയാണ്. എവിടെ ഒരു വ്യക്തി നിഷ്കാമനായിട്ട് പ്രവർത്തിക്കുന്നുവോ അപ്പോൾ അതിൽ നിന്നും പ്രസന്ന ചിത്തം ഉണ്ടാകുന്നു, പ്രസന്ന ചേതസ് ഉണ്ടാകുന്നു, സ്വാസ്ഥ്യമുണ്ടാകുന്നു. അങ്ങനെ ആ വ്യക്തിയിൽ ജ്ഞാനം ജനിക്കുന്നു, ജ്ഞാനത്തിൽ ഉറച്ചിരിക്കാൻ കഴിയുന്നു. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കുക മുക്തനായിട്ട് തീരുന്നു. സർവത്തിലും അവന്റെ ആത്മാവിനെ തന്നെ അവൻ കാണുന്നു.
അവനിലെ സർവ്വ ദുഃഖ നിവൃത്തി ഉണ്ടാകും. സർവ്വ ദുഃഖ നിവൃത്തിയാണല്ലോ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള സർവ്വ ദുഃഖ നിവൃത്തിയെ നമുക്ക് കൈവരുന്നത് എങ്ങനെയാണ്? സ്വാസ്ഥ്യം ഉണ്ടാകുമ്പോൾ, പ്രസാദം ഉണ്ടാകുമ്പോൾ. പ്രസാദേ സർവ്വ ദുഃഖാനാം ഹാനിഹി. ആവർത്തിച്ച് 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 ഇത് മന്ത്രം പോലെ ചൊല്ലണം നിങ്ങൾ. പ്രസാദേ സർവ്വ ദുഃഖാനാം ഹാനിഹി. പ്രസാദത്തിൽ സർവ്വ ദുഃഖത്തിന് ഹാനി ഉണ്ടാകും. നമ്മളെ പോലുള്ള ആളുകള് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് കിട്ടുന്ന പ്രസാദം വാങ്ങി തിന്ന് അതാണ് പ്രസാദം എന്ന് കരുതുന്നവരാണ്. അതല്ല പ്രസാദം. പ്രസാദം എന്ന വാക്കിന് സ്വാസ്ഥ്യം എന്നാണ് അർത്ഥം. സ്വമ്മിൽ സ്ഥിതമായിരിക്കുന്നത് എന്തോ അതാണ് സ്വാസ്ഥ്യം. ആത്മാവിൽ ഉറച്ചിരിക്കുന്നതിനെയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. അല്ലാതെ കൽക്കണ്ടവും മുന്തിരിയല്ല. ഈ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ വലിയ അർത്ഥമുള്ളതിനെ ഒക്കെ അർത്ഥം ലോപിച്ചു പോയിട്ട് ഇതേപോലുള്ള കൽക്കണ്ടവും മുന്തിരിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കണ്ടവും മുന്തിരിയായിട്ട് മാറിയിരിക്കുന്നു. അതാണ് നമുക്ക് കാലക്രമത്തിൽ വന്നിട്ടുള്ള അധ്യാത്മജ്ഞാനത്തിന്റെ ലോപം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? പ്രസന്ന ചിത്തം വേണം. അതാണ് പ്രസാദം. ഭഗവാനെ കണ്ടാൽ പ്രസാദം ഉണ്ടാകണം. ഹൃദയത്തിലെ പ്രസാദം ഉണ്ടാകണം. ഹൃദയം തെളിയണം. അതിന് കൽക്കണ്ടവും മുന്തിരിയും തിന്നത് കൊണ്ടുണ്ടാകുമോ? അതൊരു പ്രതീകമായിട്ട് കഴിക്കാം. അതിനെന്താ? കഴിച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ പ്രസാദം അകത്താണ്, പുറത്തല്ല പ്രസാദം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ശ്ലോകത്തില് പറയുന്നു, പ്രസാദേ സർവ ദുഃഖാനാം ഹാനിഹി അസ്യ ഉപചായതേ പ്രസന്ന ചേതസഹ ഹി ആശു ബുദ്ധി പര്യവതിഷ്ഠത്. ജ്ഞാനം ഉറച്ചതായിട്ട് തീരുന്നു അവന്. പ്രസന്ന ചേതസ് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇത്രയും ലളിതവും ഇത്രയും തെളിമയും ഗഹനവും ആയിട്ടുള്ള ഈ ഭഗവത്ഗീത പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ സർവവശങ്ങളെയും ഭാസുരമാക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ പോരുന്ന ഈ ഗ്രന്ഥം ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തുള്ള നിരവധി സത്യകുതികള് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മളുടെ നാട്ടില് ഭഗവത്ഗീത പോലുള്ള ഒരു ഗ്രന്ഥം വളരെ അധികം അപലപിക്കപ്പെടുകയും മലീമസ വർത്തമാനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ പഠനം ഏറ്റെടുത്ത് ഒരു 10 പേരെയെങ്കിലും ഭഗവത്ഗീത പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ചിത്തത്തിലുണ്ടാകുന്ന പ്രസാദം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ധന്യമായിട്ട് തീരും, എല്ലാവരുടെയും. അപ്പൊ ജീവിതത്തെ ധന്യമാക്കാൻ മനുഷ്യ മനസ്സിൽ അല്പം തെളിമ നൽകാനായിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞാൽ മതി. ഈ വീക്ഷണമൊന്നുമില്ലാതെ മനുഷ്യൻ ഭൂമിയിൽ മൃഗങ്ങളെ പോലെ ജീവിച്ച് ഇങ്ങനെ വെന്തുരുകി മരിച്ചു പോയിട്ടെന്താ കാര്യം? മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത ദുഃഖ തീവ്രതയില് മദ്യപിച്ചും മയക്കുമരുന്ന് കഴിച്ചും ഈ ലോകത്ത് അച്ഛനെ തല്ലിയും അമ്മയെ തല്ലിയും ഭാര്യയെ തല്ലിയും നാട്ടുകാരെ വഴക്ക് പറഞ്ഞും തെറി പറഞ്ഞും ഒക്കെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അർത്ഥവത്തായിട്ട്, ജീവിതത്തെ അർത്ഥവത്തായിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരാൾക്കൊരു തെളിമ കൊടുക്കുകയാണെങ്കിൽ, പ്രസന്നത കൊടുക്കുകയാണ്, പ്രസന്നത നൽകുകയാണെങ്കിൽ അതിൽ പരം ധന്യത എന്തുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭഗവത്ഗീതയെ അതിനുള്ള ഒരു ഉപായമായിട്ട് കരുതിയിട്ട്, ഹൃദയത്തിൽ തെളിമ കൊണ്ടുവരാനുള്ള ഒരു ഉപായമായിട്ട് കരുതിയിട്ട് എല്ലാ ദിവസവും വിഷയധ്യാനത്തിന് പകരം ഭഗവത്ഗീതാ ധ്യാനം നമ്മുടെ ജീവിതമാക്കി മാറ്റുക എന്ന് മാത്രം പറയുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമസ്തേ.